CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ CMRL MD SN ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. CMRL ഡയറക്ടറാണ് ഷിബി എസ് കർത്ത. ശശിധരൻ കർത്തയുടെ മകനും CMRL ഡയറക്ടറുമായ ശരൺ എസ് കർത്തയും ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശശിധരൻ കർത്തയുടെ മകളെയും മകനെയും ഇഡി ഇന്ന് ചോദ്യം ചെയ്യുന്നത്. എന്താണ് വിവരങ്ങൾ? ശശിധരൻ കർത്തയുടെ മകള് ഷിബി എസ് കർത്തയാണ് ഇന്ന് രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുണ്ട്. CMRLന്റെ സഹോദര സ്ഥാപനമായ നിപുണ എന്ന കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് ഈ ഷിബി എസ് കർത്ത. അതുകൊണ്ട് തന്നെ നേരത്തെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചില ട്രാൻസ്പോർട്ടേഷൻ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ നിപുണ കണക്റ്റഡ് ആയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷിബി എസ് കർത്തയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CMRL മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ആദ്യഘട്ടത്തിൽ റെയ്ഡുകളും തെളിവ് ശേഖരണവുമാണ് നടന്നതെങ്കിൽ ഇപ്പോൾ അത് ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വെള്ളിയാഴ്ച വീണ ടിയിൽ നിന്ന് ചോദ്യം ചെയ്യൽ ആരംഭിക്കാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതിയിരുന്നെങ്കിലും അവർ സാവകാശം തേടിയൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് തിങ്കളാഴ്ച ഈ CMRL ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ ശരൺ എസ് കർത്ത എത്തുമെന്നാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം അടുത്ത ദിവസമായിരിക്കും ഹാജരാകുക. ഇന്നിപ്പോൾ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയാണ് ഹാജരായിരിക്കുന്നത്. അവർക്ക് ഈ നിപുണ, ഈ CMRLന്റെ സഹോദര കമ്പനിയായ നിപുണയുടെ ഡയറക്ടർ കൂടിയാണത്. ഈ എക്സാലോജിക്കുമായി നിപുണയ്ക്ക് ചില ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില കരാറുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ബുധനാഴ്ചയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ വെള്ളിയാഴ്ച ഹാജരാകാൻ പറഞ്ഞെങ്കിലും അവർ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ബുധനാഴ്ച ഹാജരാകാം എന്ന് രണ്ടാഴ്ച സാവകാശം ചോദിച്ചെങ്കിലും ബുധനാഴ്ച തന്നെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊരു മറുപടിയും, അതായത് മറ്റ് ഹാജരാകാൻ പിന്നീട് എക്സ്റ്റൻഷൻ ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 9 പേർക്കാണ് CMRL സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള 9 പേർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശരൺ എസ് കർത്ത, ഷിബി എസ് കർത്ത, ശശിധരൻ കർത്ത അടക്കം, അതോടൊപ്പം തന്നെ അതിന്റെ CFO, CEO തുടങ്ങിയ ആളടക്കം 9 പേർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യ ആൾ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നേരിടുകയാണ്. അതിനുശേഷം വരും ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി CMRLന്റെ സ്ഥാപനത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തും. അതിൽ ശരൺ എസ് കർത്ത അടക്കമുള്ള ആളുകളുണ്ട്. ശശിധരൻ കർത്തയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ നേരിട്ട് അവിടെ ചെന്നാണ് ചോദ്യം ചെയ്തത്. അതിനുള്ള സാധ്യതയാണ് ഇത്തവണയും ഉള്ളത്. പരമാവധി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ആദ്യം 12 ഇടങ്ങൾ റെയ്ഡ് നടത്തി. അതിൽ ഈ നിപുണ എന്ന സ്ഥാപനവും ഉണ്ട്. 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആ നിപുണ എന്ന് പറയുന്ന സ്ഥാപനവുമുണ്ട്. അതിനുശേഷം SFIOയുടെ കംപ്ലയിന്റുമായി ബന്ധപ്പെട്ട് അവരുടെ കുറ്റപത്രത്തിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം വിചാരണ കോടതി, കമ്പനികാര്യ പ്രത്യേക കോടതി ഇഡിക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ രേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഈ എക്സാലോജിക്ക് CMRL ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. GK വിഷ്ണു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നു എന്ന് ഈ മണിക്കൂറിൽ നമുക്ക് പറഞ്ഞുകൂടി. കാരണം CMRLന്റെ ഡയറക്ടർമാരായ ശശിധരൻ കർത്തയുടെ 2 മക്കളും ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്, ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ്. മാത്രമല്ല, ഈ രേഖകളൊക്കെ അഭിഭാഷകൻ മുഖേന നൽകിക്കോളാം എന്ന് വീണ തൈക്കണ്ടി പറഞ്ഞത് ഇഡി അംഗീകരിച്ചിട്ടില്ല. പകരം ബുധനാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല, മറ്റ് രേഖകൾ കൈമാറാൻ കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇഡി ഈ രേഖകളൊക്കെ വെച്ച് വീണ നൽകിയിട്ടുള്ള മൊഴി, അതിലെ പൊരുത്തക്കേടുകൾ, മറ്റ് തെളിവ് ശേഖരണം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ കടന്നു എന്ന് പറഞ്ഞാൽ ശരിയാകില്ലേ? ഉറപ്പായ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ്. അതായത് ഇഡിയുടെ ഒരു രീതി, ഒരു ECI രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം റെയ്ഡ് നടത്തും. അതിനുശേഷം റെയ്ഡുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിക്കും. അതിന് ശേഷം മറ്റു തെളിവുകൾ, അതിന്റെ അനുബന്ധ തെളിവുകൾ ശേഖരിക്കും. ഇവിടെ ആ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞു. 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിനുശേഷം അതിന്റെ വിവരങ്ങൾ ക്രോഡീകരിച്ചു. ഈ സ്വത്തുക്കൾ, ഈ പിടിച്ചെടുത്ത രേഖകൾ, അതിന്റെ പണമൊക്കെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. അതോടൊപ്പം SFIO കംപ്ലയിന്റുമായി ബന്ധപ്പെട്ട് അവരുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയിട്ടുള്ള അനുബന്ധ രേഖകൾ
രേഖകളും ഇഡിക്ക് ഒഫീഷ്യലി ഒരു കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റായി ലഭ്യമാവുകയും ചെയ്തു. അതിനുശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് ചോദ്യം ചെയ്യലാണ്. ആ ചോദ്യം ചെയ്യൽ നേരത്തെ വീണയിൽ നിന്ന് തുടങ്ങാം എന്നായിരുന്നു ഇഡി തീരുമാനിച്ചിരുന്നെങ്കിൽ, പക്ഷേ വീണ സാവകാശം തേടിയ ഒരു പശ്ചാത്തലത്തിലാണ് CMRL അധികൃതരുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൽ പ്രകാരമാണ് ഇന്ന് ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്ത ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. നമ്മൾ രാവിലെ പ്രതീക്ഷിച്ചത് ശരൺ എസ് കർത്തയായിരിക്കും ആദ്യം എത്തുക എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു ദിവസമാണ് നൽകിയത് എന്നാണ് നമുക്കിപ്പോൾ ഇഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹവും എത്തും. അത് ഈ എക്സാലോജിക്ക് CMRL ഇടപാട്, ഈ ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അതൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് വഴി നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. വരും ദിവസങ്ങളിൽ ഇനി ചോദ്യം ചെയ്യൽ നടപടികൾ കൂടുതലായി ഉണ്ടാകും. 9 പേർക്കാണ് CMRLുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ഈ കേസിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ 9 പേരും ഇവിടെ എത്തും. അവർ നേരത്തെ ഈ നോട്ടീസ് PMLA ആക്ട് 50 പ്രകാരമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ 50 പ്രകാരമുള്ള നോട്ടീസ് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ പോയത്. പക്ഷേ ഹൈക്കോടതിയിൽ 2 ഇടങ്ങളിൽ നിന്നും, സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി നേരിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് അവർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായത്. നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. CMRL ഹൈക്കോടതിയിൽ കഴിഞ്ഞ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ. വിഷ്ണു, ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.